ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്യൂട്ട് ആൻഡ് ഈസി ക്രാഫ്റ്റ്. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ഈ ചാനൽ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാണ്. അപ്പോൾ ക്ലേ ആർട്ട്, ക്രാഫ്റ്റ് വർക്കൊക്കെ ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഞാനൊരു വാൾ ഡെക്കറാണ് ഉണ്ടാക്കുന്നത്. ഒരു ഫ്രെയിം പോലെയാട്ടോ ഞാനിത് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം ഞാനൊരു ഫോം ബോർഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫോം ബോർഡ് അവൈലബിൾ അല്ലെങ്കിൽ കാർഡ്ബോർഡ് എടുത്താലും മതി. കാർഡ്ബോർഡിനൊന്ന് വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുത്താൽ മതി. ഇനി ഇതുപോലൊരു വിൻഡോ വേണം. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡാക്കി പ്രിൻ്റ് എടുത്തതാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വരച്ചെടുത്താലും മതി. എന്നിട്ട് ഇതിൻ്റെ നടുവിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ പേപ്പർ കട്ടർ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഫ്രെയിം ഉദ്ദേശിച്ചത് ഈ വിൻഡോ എന്ന് വെച്ച് അതിന് മേലെ ബട്ടർഫ്ലൈസും കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒന്ന് വെച്ചെടുത്ത് ബ്യൂട്ടിഫുള്ളാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്കും എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വിൻഡോയുടെ സൈഡിലെ വൈറ്റ് കാണുന്നതൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ വിൻഡോ റെഡിയായി. ഇനി ഈ ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കണം. ഇതൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡാക്കി എടുത്തതാട്ടോ. എന്നിട്ട് പ്രിൻ്റ് എടുത്തതാണ്. നിങ്ങൾക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വരച്ചെടുത്താലും മതി. പ്രിൻ്റ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആദ്യം ഈ ഫ്രെയിമിലേക്ക് വിൻഡോ ആണ് ഒട്ടിക്കേണ്ടത്. എന്നിട്ട് ഈ പ്രിൻ്റൊക്കെ എവിടെയാണ് വെക്കേണ്ടതെന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും ഇത് എവിടെയാണ് വെക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് വെച്ച് സെറ്റാക്കി നോക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനെയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഇതിനെ ഒട്ടിക്കുന്നത്. അപ്പോൾ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഫ്രെയിമിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രെയിമിനെ ഞാനിനി മുകളിലേക്ക് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ ഫ്രെയിം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ എങ്ങനെയുണ്ടെന്ന്. ചാനൽ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തതിനി എന്ത് ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയ ക്രാഫ്റ്റ് ഐഡിയാസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.